ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2027 സീസണിന് മുന്നോടിയായുള്ള പടയൊരുക്കത്തിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ്. ഇതിനോടകം പല ടീമുകളും ഫിറ്റ്നസ് ക്യാമ്പുകളടക്കം ആരംഭിച്ചു കഴിഞ്ഞു. അവസാന സീസണിലെ പിഴവുകൾ നികത്തി ശക്തമായ തിരിച്ചുവരവിനാണ് ടീമുകളെല്ലാം തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള താരകൈമാറ്റങ്ങളും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന് അവസാന സീസണിൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കാനായത്. 2023 ചെന്നൈ സൂപ്പർ കിങ്സ് അവസാനമായി കപ്പിലേക്ക് എത്തിയത്. ഇതിനുശേഷം ചെന്നൈ സൂപ്പർ കിങ്സിന് കാര്യമായൊന്നും ചെയ്യാനായിട്ടില്ല. MS ധോണി പടിയിറങ്ങി ഋതുരാജ് ഗെയ്ക്വാദ് നായകനായതോടെ CSK പിന്നോട്ട് പോയി. വരുന്ന സീസണിൽ അടിമുടി മാറ്റങ്ങളോടെ ഇറങ്ങാനുള്ള പദ്ധതികളിലേക്ക് CSK കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യപടിയായാണ് പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ CSK ഒഴിവാക്കിയത്. പുതിയ പരിശീലകനായി മൈക്കൽ ഹസിയെ കൊണ്ടുവരാനാണ് CSK പദ്ധതിയിടുന്നത്. മുൻ ഓസീസ് താരവും CSK താരവുമായിരുന്ന ഹസി CSKയുടെ ശൈലിക്ക് അനുയോജ്യനായ താരവുമാണ്. അതുകൊണ്ട് തന്നെ ഹസിയെ CSK പരിശീലകനാക്കി കൊണ്ടുവരുന്നതിൽ താരങ്ങൾക്കും താല്പര്യമുണ്ടാകും. CSK CEO ഇതു സംബന്ധിച്ച് MS ധോണിയുമായും ഋതുരാജ് ഗെയ്ക്വാദുമായും ചർച്ച നടത്തിയിരുന്നു. ഋതുരാജിനെ നായകസ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. സഞ്ജു സാംസണെ അടുത്ത സീസണിൽ നായകനായി കൊണ്ടുവന്നേക്കുമെന്നാണ് സൂചനകൾ. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള താരമാണ്. സഞ്ജു രാജസ്ഥാനെ ഫൈനൽ വരെ കളിപ്പിച്ച ക്യാപ്റ്റനുമാണ്. അതുകൊണ്ട് തന്നെ CSKക്ക് സഞ്ജുവിനെ നായകനാക്കുന്നതിൽ വലിയ ആശങ്കയുണ്ടാവുമില്ലെന്ന് ഉറപ്പാണ്. MS ധോണിയുടെ പിന്തുണയും സഞ്ജുവിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ നായകസ്ഥാനത്തേക്ക് CSK കൊണ്ടുവരാൻ സാധ്യതകൾ ഏറെയാണ്. ധോണി ഉപദേഷ്ടാവിൻ്റെ റോളിൽ CSKക്ക് ഒപ്പമുണ്ടാവുമെന്നാണ് വിവരം. അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് കാര്യങ്ങൾ അല്പം കൂടി എളുപ്പമാകും. ധോണിയുടെ സാന്നിധ്യം സഞ്ജുവിന് ആത്മവിശ്വാസം നൽകുമെന്ന കാര്യം ഉറപ്പാണ്. വരുന്ന സീസണിന് മുമ്പ് CSK ടീമിൽ അഴിച്ചുപണി നടത്താനുള്ള സാധ്യതകളും ഏറെയുണ്ട്. നിലവിൽ മികച്ച ബൗളിംഗ് നിരയുടെ അഭാവമാണ് ചെന്നൈ ടീമിൻ്റെ പ്രധാന പ്രശ്നം. CSK ബൗളിംഗ് നിരയിലേക്ക് മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ് എന്നിവരെയും സ്പിൻ നിരയിലേക്ക് യുസ്വേന്ദ്ര ചഹലിനെയും നോട്ടമിട്ടേക്കും. പേസ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരാൻ ടീം ശ്രമം നടത്തുന്നുമുണ്ട്. എന്നാൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻ സ്ഥാനം വേണമെന്നതിനാൽ ഈ കൂടുമാറ്റം ഇപ്പോൾ അസാധ്യമായിരിക്കുകയാണ്. ഹാർദിക്കിനെ KKR ഒപ്പം കൂട്ടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശിവം ദുബെയെ ഒഴിവാക്കുന്നതും ഇപ്പോൾ CSKയുടെ പരിഗണനയിലുള്ള കാര്യമാണ്. ഫിനിഷർ റോളിലൊഴികെ പന്തുകൊണ്ട് കാര്യമായൊന്നും ചെയ്യാൻ ദുബെയ്ക്ക് ഇതുവരെ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ വരുന്ന സീസണിന് മുമ്പ് മികച്ചൊരു പേസ് ഓൾറൗണ്ടറെ കണ്ടെത്താനാണ് CSKയുടെ നീക്കം. CSKക്ക് വരുന്ന സീസണിൽ ശക്തമായ തിരിച്ചുവരവ് അത്യാവശ്യമാണ്. ബാറ്റിംഗ് നിരയിലേക്കടക്കം പുതിയ താരങ്ങളെ കൊണ്ടുവന്ന് വരുന്ന സീസണിൽ കപ്പിലേക്ക് എത്താൻ CSK സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. MS ധോണി അടക്കം പരിശീലക സംഘത്തിൻ്റെ ഭാഗമായാൽ CSKക്ക് ശക്തമായ തിരിച്ചുവരവ് സാധ്യമാകുമെന്ന് തന്നെ കരുതാം. CSKയുടെ തിരിച്ചുവരവ് കാത്ത് വലിയൊരു ആരാധക കൂട്ടായ്മ തന്നെയുണ്ട്.